Hi friends, welcome all. In this video, we are going to discuss about analytic functions. നമ്മൾ കഴിഞ്ഞ 4 പാർട്ടിലായിട്ട് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നാൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ f of z is equal to u of x, y plus iv of xy എന്നുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നാൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലെ ഡിഫറൻഷ്യബിലിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ 4 പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ പല കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുമെന്നും പല കണ്ടീഷൻസും ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷ്യബിൾ ആകുമെന്നും അതേപോലെ കോഷി റീമാൻ ഇക്വേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറൻഷ്യബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 4 പാർട്ടിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഈ ലെക്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അനാലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷനാണ്. ത്രൂ ഔട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. കോൺവേയുടെ ഒരു ടെക്സ്റ്റ് ബുക്കും സിൽവർമാനും ഹിൽബ്രാൻഡും കൂടി എഴുതിയ മറ്റൊരു ടെക്സ്റ്റ് ബുക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി കണ്ടുവരാറുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ തന്നെയാണ് അനാലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ എ ഫംഗ്ഷൻ അനാലിറ്റിക് ആവാനുള്ള ഡെഫിനിഷനാണ് എ ഫംഗ്ഷൻ is said to be analytic at a point if it is differentiable everywhere in some neighborhood of the point. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനാലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ ആ പോയിന്റിന് അറൗണ്ടായിട്ട് നമുക്ക് ഒരു നൈബർഹുഡെങ്കിലും കാണാൻ പറ്റണം. ആ നൈബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കണം? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനാലിറ്റിക് ആണെന്ന് പറയും. ഇനി ഒരു ഡൊമൈൻ തന്നു. ഡൊമൈൻ മീൻസ് ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെയാണ് നമ്മൾ സിൽവർമാൻ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അത്തരത്തിലൊരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ഡി തന്നാൽ ആ ഓപ്പൺ കണക്റ്റഡ് ഡൊമൈൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആയിട്ടുള്ള ഡി എന്നുള്ള ഡൊമൈനിൽ നമ്മൾ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ ആ ഡൊമൈനിലെ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഇഫ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ z belongs to d, then we say that the function is analytic on d, and a function is differentiable at a point if there exists some neighborhood such that f is differentiable for all points inside that neighborhood. ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആവാനുള്ള ഡെഫിനിഷനാണ് നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത്തരത്തിൽ നമ്മൾ ഡി എന്നുള്ള ഡൊമൈനിന് പകരം എഫ് എന്നുള്ളത് എൻ്റെയർ കോംപ്ലക്സ് പ്ലെയിനിൽ തന്നെ അനാലിറ്റിക് ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്തരം ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എൻ്റെയർ ഫംഗ്ഷൻസ്. ആൻ എൻ്റെയർ ഫംഗ്ഷൻ മീൻസ് അനാലിറ്റിക് എവരിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിന് നമ്മൾ എൻ്റെയർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. പിന്നീട് നമ്മൾ വേറൊരു ടേമാണ് ഓർമ്മിക്കേണ്ട കാര്യം. അനാലിറ്റിക് ഫംഗ്ഷൻസിനെ മറ്റൊരു പേര് റെഗുലർ ഫംഗ്ഷൻസ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഓൾസോ കോൾഡ് ഹോളോമോർഫിക് ഫംഗ്ഷൻസ്. ഈ 2 ടേമിലും നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷന് മറ്റ് ടേംസുകളാണ്. ഒന്ന് റെഗുലർ ഫംഗ്ഷൻ, മറ്റൊന്ന് ഹോളോമോർഫിക് ഫംഗ്ഷൻ. ആൻഡ് എൻ്റെയർ ഫംഗ്ഷൻ മീൻസ് അനാലിറ്റിക് എവരിവെയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് കരുതിയിട്ട് എന്താവണമെന്നില്ല? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അനാലിറ്റിക് മീൻസ് ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിട്ട് മാറും. കോഷി റീമാൻ ഇക്വേഷൻ്റെ കാര്യം പറയാം.
തിരിച്ച് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് എന്ന് കരുതിയിട്ട് ഫംഗ്ഷൻ എന്താവണമെന്നില്ല, ഒരു പോയിന്റിൽ അനാലിറ്റിക് ആവണമെന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബാർ എന്നുള്ള ഫംഗ്ഷനെ പറ്റി പറഞ്ഞു. അയാൾ 0 എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫംഗ്ഷൻ എന്തല്ല, അനാലിറ്റിക് അല്ല. പക്ഷേ ഒരു ഫംഗ്ഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ ഉണ്ട്. പക്ഷേ കോഷി റീമാൻ ആണെന്ന് കരുതിയിട്ട് ഫംഗ്ഷൻ എന്താവണമെന്നില്ല, ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല, അതേപോലെ അനാലിറ്റിക് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ്ട്രാ എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്താൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുമോ അനാലിറ്റിക് ആകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസറായിട്ട് കോഷി റീമാൻ ഇക്വേഷനോട് കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെന്നും കൂടി അസ്യൂം ചെയ്യാം. Then the function is analytic at a point. ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും, അനാലിറ്റിക് ആയിട്ട് മാറും. ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റിൽ അനാലിറ്റിക് ആയിട്ട് മാറും. എന്ത് മതി, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും വേണം, എക്സ്ട്രാ എന്തും കൂടി കൊടുക്കണം. കോഷി റീമാൻ ഒറ്റക്ക് ഉണ്ടെന്ന് എഴുതിയിട്ട് ഫംഗ്ഷൻ എന്താവില്ല, അനാലിറ്റിക് ആവണമെന്ന് ഗ്യാരണ്ടീഡ് അല്ല. എക്സ്ട്രാ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസും കൂടിയാണെങ്കിൽ ഫംഗ്ഷൻ എന്തായിട്ട് മാറും, അനാലിറ്റിക് ആയിട്ട് മാറും. ഇനി നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എടുക്കുകയാണ്. എഫ് എന്നുള്ളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ എടുത്തു, ജി ടു സി, വേർ ജി ഇസ് ആൻ ഓപ്പൺ സെറ്റ്. ഒരു ഓപ്പൺ സെറ്റിൽ നിന്ന് കോംപ്ലക്സ് പ്ലെയിനിലേക്കുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ് നമ്മുടെ എഫ്. ഇയാൾ ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കരുതാം. ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ. ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സെഡ്. ഒരു പോയിന്റും കൂടി എടുത്തു, ആ പോയിന്റിൽ ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ഇൻഫൈനൈറ്റ്ലി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡെറിവേറ്റീവ് ഉണ്ടാവും. ഡെറിവേറ്റീവിന് പിന്നെയും ഡെറിവേറ്റീവ് ചെയ്യാം, എത്ര തവണയും ഡെറിവേറ്റീവ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് എഫ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, യു എക്സ് പ്ലസ് ഐ വി എക്സിന് ഈക്വൽ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് അടിച്ചാൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡിഫറൻഷ്യബിൾ ആയത് പ്രകാരം എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്തോളും, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തോളും. കഴിഞ്ഞ പാർട്ടുകളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ യു എക്സിന് എന്ത് കൊടുക്കാം, വി വൈ എന്ന് കൊടുക്കാം. അതേപോലെ വി എക്സിനെ മൈനസ് ഐ ഇൻറ്റു വി എക്സ് ഈസ് ഈക്വൽ ടു യു വൈ എന്നും കൊടുക്കാം. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. കോഷി റീമാൻ ഇക്വേഷൻ ഡിഫറൻഷ്യബിൾ ആയത് പ്രകാരം കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡിനെ ഈ ഒരു രൂപത്തിൽ റീപ്ലേസ് ചെയ്യാം. കോഷി റീമാൻ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു രൂപത്തിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഈ ഒരു രൂപത്തിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് തന്ന ഡാറ്റ എന്താ, എഫ് ഈസ് ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിൾ ആയത് പ്രകാരം എന്തായി, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോഷി റീമാൻ ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇൻഫൈനൈറ്റ്ലി മെനി ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഇയാളെ വീണ്ടും ഡെറിവേറ്റീവ് അടിക്കാം, ഇയാളെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിലെ എല്ലാ ഡെറിവേറ്റീവും ഡിഫറൻഷ്യബിൾ ആണ്. ദാറ്റ് മീൻസ് ഓരോ ആൾക്കാരും എന്തായിട്ട് മാറും, കണ്ടിന്യൂസ് ആയിട്ട് മാറും. Therefore, if f is infinitely many times differentiable, then it must satisfy Cauchy-Riemann equation and all the partial derivative must be continuous. Therefore, the function is analytic. ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺവേ അനാലിറ്റിക് ഫങ്ഷൻസിന് ഡിഫൈൻ ചെയ്യുന്നത് എ ഫങ്ഷൻ എഫ് ഫ്രം ജി ടു സി കോമ ജി ഈസ് ആൻ ഓപ്പൺ സെറ്റ്, then f is said to be analytic at a point if f is continuously differentiable on G. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും, കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഡിഫറൻഷ്യബിൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആര് സാറ്റിസ്ഫൈ ചെയ്യും,
കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയത് പ്രകാരം എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവും എന്തായിക്കോളും, കണ്ടിന്യൂസ് ആയിരിക്കോളും. എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആയിരിക്കോളും. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് പ്രകാരം കോഷി റീമാൻ ഇക്വേഷനും പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസും ആണെങ്കിൽ അനാലിറ്റിക് ആയിരിക്കും എന്നുള്ള റിസൾട്ട് പ്രകാരം നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ അതിനോട് കോയിൻസൈഡ് ചെയ്യിപ്പിക്കാം. ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു ബുക്കിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് ഈ ഒരു ഇയാളെ ഡെഫിനിഷനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ കാര്യം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഇടയിൽ ഈ ഒരു ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഈ കാര്യം പ്രൂവ് ചെയ്യുന്നതും വരുന്ന പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. മറ്റു അനാലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസും അനാലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഉള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതും നമുക്ക് വരുന്ന പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.